إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله الله تعالى بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم تسليما كثيرا كثيرا وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله أولا بتقوى الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിൽ നിസ്കാരവും നോമ്പും അതുപോലെ തന്നെ സകാത്തും ഹജ്ജും എല്ലാം നിർബന്ധമാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മനുഷ്യരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിച്ച ഒരു കരാറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലുടനീളം അവൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും മർമ്മപ്രധാനമായി പഠിപ്പിക്കപ്പെടുന്നത് തൗഹീദാണ്. ആ തൗഹീദിനോട് ചേർത്തിക്കൊണ്ടാണ് ആ കരാറിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലുടനീളം സംസാരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, മാതാപിതാക്കളോടുള്ള ഇഹ്സാനാണ്, മാതാപിതാക്കളോടുള്ള നല്ല പെരുമാറ്റങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കാണാം, വഇദ് അഖദ്നാ മീസാഖ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം താങ്കൾ ഓർക്കുക. എന്താണ് ആ കരാറ്? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, അതോടൊപ്പം നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. സൂറത്തു നിസായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുക, അവനിൽ യാതൊന്നിനെയും പങ്കുവെക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ വർത്തിക്കുക. സൂറത്തുൽ അൻആമിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, തആലൂ നിങ്ങൾ വരിക, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. എന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ ഒന്നിനെയും അല്ലാഹുവിൽ പങ്കുവെക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നാണ്. സമാനമായ രൂപത്തിൽ വിവിധങ്ങളായ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം വളരെ ഗൗരവപൂർവ്വം മനുഷ്യരാശിയെ മുഴുവൻ ഓർമ്മിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. തൗഹീദിനോട് ചേർത്തി പറഞ്ഞു എന്നുള്ളത് തന്നെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമ്മളെ ഏറെ സഹായിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത്രയധികം ആയാത്തുകളിലൂടെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
കാരണം ഒരു മനുഷ്യൻ അവൻ 15, 16, 20, 30, 40 വയസ്സുവരേക്കും ജീവിച്ചുകൊണ്ട് അവൻ 2 കാലിൽ നിവർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ എല്ലാം പിറകിൽ അവൻ്റെ മാതാവും അവൻ്റെ പിതാവും എന്തെല്ലാം വേദനകളും ത്യാഗങ്ങളും പ്രയാസങ്ങളുമാണ് സഹിച്ചിട്ടുള്ളത് എന്ന് അത് അറിയുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് ഞാനിതാ വസിയത്ത് ചെയ്യുന്നു അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ. എന്നിട്ട് അള്ളാഹു പറയാണ്, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അനുഷ്കുർലി വലിവാലിദൈക്, എന്താണ് വസിയത്തായി നൽകുന്നത്? എന്നോട് നന്ദിയുള്ളവനാകണം, അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യനോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ് അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ അവൻ വർത്തിക്കാൻ. ഹമലതുഹു ഉമ്മുഹു കുർഹ, അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത് പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വവളഅതുഹു കുർഹ, അതുപോലെ തന്നെ അവനെ പ്രസവിച്ചതും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു. ഏതെങ്കിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ സംബന്ധിച്ച് പറയുകയല്ല, നേരെ മറിച്ച് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു സൃഷ്ടി ഇതാ നിനക്ക് വേണ്ടി പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന്. ആരാണ് യഥാർത്ഥത്തിൽ പറയുന്നത്? അവന്റെ രഹസ്യങ്ങളും അവന്റെ പരസ്യങ്ങളും അവന്റെ ജീവിതത്തിലുടനീളമുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അറിയുന്ന ഒരു റഹ്മാനായ റബ്ബാണ് പറയുന്നത്. അവന്റെ മാതാവ് പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ ഗർഭം ചുമന്നതും അവനെ പ്രസവിച്ചതും എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മാതാവ് നമ്മളെ ഗർഭം ചുമന്നപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും വേദനകളുമാണ് സഹിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ സഹോദരിമാർ, അതല്ലെങ്കിൽ നമ്മുടെ മാതാവ്, നമ്മുടെ ഭാര്യമാർ, അവർ ഗർഭം ചുമക്കുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും ഇവരൊക്കെ ഇത്ര പ്രയാസപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഇഷ്ടമുള്ള രൂപത്തിൽ കടന്നിറങ്ങാൻ പറ്റൂല, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റൂല. ഈ രൂപത്തിൽ പല പ്രയാസങ്ങളും നമ്മുടെ മാതാവും അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യമാരും എല്ലാവരും സഹിക്കുന്നത് നമ്മൾ കാണണം. ആ സന്ദർഭത്തിലാണ് നമുക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ മാതാവും എനിക്ക് വേണ്ടി ഈ രൂപത്തിലാണല്ലോ സഹിച്ചിട്ടുണ്ടാവുക എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഗർഭകാലം മാത്രമാണ് അവർ സഹിക്കേണ്ടി വരുന്നത് എന്ന് കഴിഞ്ഞാൽ മാത്രം മതിയോ? അല്ല. നേരെ മറിച്ചിട്ട് അവർ ഗർഭം ചുമന്നതിന് ശേഷം അവരെ പ്രസവിച്ചിട്ട് കഴിഞ്ഞാലും അവർക്ക് വേദനകളും പ്രയാസങ്ങളും നീങ്ങുന്നില്ല. നേരെ മറിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലുടനീളം അവരുടെ ആ കുട്ടി വളർന്നു വലുതാകുന്ന ഒരു സന്ദർഭം എത്തുന്നത് വരേക്കും അവർ ആ പ്രയാസം സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ വിസർജ്യങ്ങളും നമ്മൾ കാഷ്ടിച്ചതും നമ്മൾ മൂത്രിച്ചതും അതുപോലെ തന്നെ നമ്മൾ ഛർദ്ദിച്ചതുമായ നമ്മുടെ വേസ്റ്റുകളെല്ലാം ഒരു മടിയും കൂടാതെ നമ്മുടെ മാതാവ് അവർ വൃത്തിയാക്കിയിട്ടുണ്ട്. ലോകത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്കും ആ രൂപത്തിൽ വൃത്തിയാക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസമോ അതല്ലെങ്കിൽ 2 ദിവസമോ അല്ല, വർഷങ്ങളോളം നമുക്കൊരു പ്രായമെത്തുന്നത് വരേക്കും ആ മാതാവ് അത് കൃത്യമായി ചെയ്തു നമ്മളെ നല്ല രൂപത്തിൽ നോക്കി എന്നുള്ളതാണ്. നമ്മുടെ കൈകൾ വളരുന്നുണ്ടോ, കാലുകൾ വളരുന്നുണ്ടോ എന്ന് നോക്കി ഓരോ മാതാവും പിതാവും അവരുടെ ദിവസങ്ങൾ എണ്ണി തള്ളി നീക്കിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളർന്നത് അങ്ങനെയാണ്. നമ്മൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും നമ്മുടെ മാതാവിനും നമ്മുടെ പിതാവിനും ഒരിക്കലും നമ്മോട് വെറുപ്പുണ്ടായിട്ടില്ല. ഏറ്റവും ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ പ്രായം കഴിയുമ്പോഴും നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും അവർക്ക് അധികരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ മാതാവിനോട് ആ പിതാവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരു ഹദീസിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണമെങ്ങാനും നമ്മുടെ മാതാവോ നമ്മുടെ പിതാവോ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ, അവരുടെ ഒരു കണ്ണുനീർ തുള്ളി ഈ ദുനിയാവിൽ വീണിട്ടുണ്ട് എങ്കിൽ, നമ്മൾ കാരണമായി വീണിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. നാളെ ആഖിറത്തിൽ എന്തായാലും ആ മനുഷ്യന് ശിക്ഷയുണ്ട്. പക്ഷേ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ആ മനുഷ്യന് കിട്ടുമെന്നാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലും തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സ്വാലിഹായ ഏറ്റവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയായിരുന്നു. ആ മനുഷ്യൻ, ആ വ്യക്തി ഒരിക്കൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് വിളിച്ചു.
മനുഷ്യൻ നിസ്കാരത്തിലായതുകൊണ്ട് മറുപടി കൊടുത്തില്ല. ആ രൂപത്തിൽ 3 തവണ ആവർത്തിച്ചപ്പോൾ ആ മാതാവിന്റെ മനസ്സൊന്ന് വേദനിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ സ്ത്രീ പറഞ്ഞു, എന്തെങ്കിലും ഒരു വേശ്യാവൃത്തിയിൽ ജുറൈജിനെ കൊടുക്കണം, എന്തെങ്കിലും ഒരു പ്രയാസം അവനക്ക് ഉണ്ടാകണം. ആ സ്ത്രീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ആ സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു വേശ്യയായ സ്ത്രീ അവൾ ഗർഭം ചുമക്കുകയും അതോടൊപ്പം തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്തതിന് ശേഷം ആ സ്ത്രീ ഒട്ടാകെ ആ നാട് മുഴുവൻ പറഞ്ഞു നടന്നു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. കുറഞ്ഞ ഒരു കാലഘട്ടത്തേക്കെങ്കിലും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ പ്രയാസം അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് യാതൊരു പങ്കുണ്ടായിരുന്നില്ല. അത് കാലം തെളിയിച്ചു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ആ കുട്ടി തന്നെ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു, ഇത് ഇന്നയാളുടെ കുട്ടിയാണ് എന്ന്. പക്ഷേ ഒരു കുറഞ്ഞ കാലഘട്ടത്തേക്കെങ്കിലും ആ ഒരു പ്രയാസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ജുറൈജ് റളിയല്ലാഹു അൻഹു മാതാവിനെ ചവിട്ടിയിട്ടില്ല, മാതാവിനോട് അധിക്ഷേപം പറഞ്ഞില്ല, തെറി പറഞ്ഞിട്ടില്ല. മനസ്സറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കണം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിൽ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ പെടുത്തി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് മാതാപിതാക്കളുടെ മനസ്സ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്കതിനുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ തൃപ്തി നമുക്കില്ലാതെ നമ്മൾ എത്ര ആലിമായിട്ടോ, നമ്മൾ എത്ര ആബിദായിട്ടോ, നമ്മൾ എത്ര സ്വതക്ക കൊടുക്കുന്ന ആളായിട്ടോ യാതൊരു കാര്യവുമില്ല. മാതാപിതാക്കളുടെ തൃപ്തി നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി നമുക്കുണ്ട്. വസഖത്തുല്ലാഹ് ഫീ സഖത്തിൽ വാലിദൈൻ, മാതാപിതാക്കൾ നമ്മളുടെ പേരിൽ കോപിച്ചിട്ടാണോ ഉള്ളത്, അള്ളാഹുവിന്റെ കോപവും നമുക്കുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടിട്ടില്ല എങ്കിൽ, അള്ളാഹു നമ്മളോട് കോപിച്ചിട്ടാണുള്ളത് എങ്കിൽ ഈ ദുനിയാവിൽ എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ തൃപ്തി എന്ന് പറയുന്നത്, മാതാപിതാക്കളുടെ കോപം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ മധ്യവാതിലാണ്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള മധ്യവാതിലാണ് അവന്റെ പിതാവ് എന്ന് പറയുന്നത്. നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വല്ലാതെ കരയുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പിതാവ് മരണപ്പെട്ടതിന്റെ പേരിലല്ല എനിക്ക് ഇത്രയും പ്രയാസം ഉണ്ടാകുന്നത്, നേരെ മറിച്ച് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്നതായ ഒരു സ്വർഗത്തിന്റെ മധ്യവാതിലാണല്ലോ എൻ്റെ മുമ്പിൽ അടഞ്ഞുപോയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ജിഅ്തു ഉബായിഖ അലൽ ഹിജ്റ, റസൂലേ, ഞാൻ ഹിജ്റ ചെയ്യാൻ വേണ്ടി തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഹിജ്റയുടെ പേരിൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വതറക്തു അബവയ്യ യബ്കിയാൻ, എൻ്റെ മാതാപിതാക്കൾ ഞാൻ വരുന്ന സന്ദർഭത്തിൽ അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇർജിഇ ഇലൈഹിമാ ഫഅൽഹിഖുഹുമാ കമാ ബകൈതഹുമാ, നീ അവരിലേക്ക് തന്നെ മടങ്ങിപ്പോണം, എന്നിട്ട് നീ എങ്ങനെയാണോ അവരെ കരയിപ്പിച്ചിട്ടുള്ളത് അതുപോലെ നീ അവരെ ചിരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, എത്രമാത്രം ശ്രേഷ്ഠതയാണ് ശർഅ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവർ, ഈ അടുത്ത കാലത്തും നമ്മൾ കേട്ട ഒരു സംഭവമുണ്ട്. സൗദി അറേബ്യ എന്ന രാഷ്ട്രത്തിൽ നടന്നൊരു കേസ്. ഒരു ജ്യേഷ്ഠനും ഒരു അനിയനും തമ്മിലുള്ളൊരു കേസ്. അനിയൻ ജ്യേഷ്ഠനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. എന്താണ് കേസ് എന്ന് ചോദിച്ചാൽ, പിതാവിനെ ഒരുപാട് കാലമായി നോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പൊ ഇളയ അനിയൻ പോയി കേസ് കൊടുത്തത്, എനിക്ക് ഇനിയുള്ള കാലം എനിക്ക് ഉപ്പനെ നോക്കാനുള്ള അവകാശം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. പക്ഷേ മൂത്ത ജ്യേഷ്ഠൻ തിരിച്ചു വാദിച്ചു, ഉപ്പാന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കാൻ കഴിയുന്നത് എനിക്ക് മാത്രമാണ്, കാരണം ഇത്രയും കാലം നോക്കിയത് ഞാനാണ്, അതുകൊണ്ട് എനിക്കേ നോക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കോടതിയിൽ നിന്ന് വിധി വന്നു, ഇളയ മകന്റെ കൂടെയാണ് ഇനി ആ പിതാവ് ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സന്ദർഭത്തിൽ ആ മൂത്ത മകൻ ആ ഒരു ഹാക്കിമിന്റെ ആ ഒരു വിധി പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞത്, എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഒരു മധ്യവാതിലാണ് താങ്കൾ അടച്ചു കളഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ എന്താണോ ചരിത്രത്തിൽ പറഞ്ഞു വെച്ചത്
അത് തന്നെയാണ് ആ മനുഷ്യനും ആവർത്തിച്ച് എൻ്റെ സ്വർഗത്തിലേക്കുള്ള ഒരു മധ്യ കവാടമാണ് താങ്കൾ എനിക്ക് മുമ്പിൽ അടച്ചു കളഞ്ഞത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഏറ്റവും വലിയ ദൗർഭാഗ്യവാനായ മനുഷ്യനാരെന്ന് അവൻ്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയിട്ടും അത് മുഖാന്തരം സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ ഏതൊരു മനുഷ്യന് സാധിക്കുന്നില്ലയോ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാനായ വ്യക്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിൽ ഉപ്പയും ഉമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തന്നെയാണ്. അതുകൊണ്ട് അവരെ കോപിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും വാചകങ്ങൾ, പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. ഇനി മരണപ്പെട്ടു പോയവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യാനും അതുപോലെ തന്നെ അവർ നിലനിർത്തിയിരുന്ന ബന്ധങ്ങളെ കഴിവിന്റെ പരമാവധി നിലനിർത്താനും അവരുടെ പേരിൽ ഭക്ഷണം നൽകാനും ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സൂറത്തുൽ ഇസ്രാഇന്റെ 23, 24 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നതായി കാണാം. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, അതുപോലെ തന്നെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും അല്ലാഹു ഇതാ വിധിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവരിൽ ഒരാളോ അതല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ ഫലാ തഖുൽ ലഹുമാ, അവരോട് നീ പറഞ്ഞു പോകരുത് ഉഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും നീ അവരോട് പറഞ്ഞു പോകരുത്. ഏത് സന്ദർഭത്തിലാണ് പ്രിയപ്പെട്ടവർ ഈ പറയുന്നത്? അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി സ്വന്തം മക്കളോട് തന്നെ നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്ന, സ്വന്തം വീട്ടിലേക്കുള്ള വഴി മറന്നു പോകുന്ന, അതുപോലെ തന്നെ എന്തെല്ലാം ഖൈറാത്തുകൾ ചെയ്തു കൊടുത്താലും ഒന്നും ചെയ്തു തരുന്നില്ല എന്ന് പറയുന്ന, ഏതൊക്കെ രൂപത്തിൽ നോക്കിയാലും ഈ മകനൊന്നും അല്ലെങ്കിൽ ഈ മകളൊന്നും എന്നെ നോക്കുന്നില്ല എന്ന് പറയുന്ന അത്രയും വാർദ്ധക്യത്തിലെത്തിയാൽ പോലും നീ അവരോട് പറയരുത് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാചകം നീ അവരോട് പറയരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശരീഅത്ത് നിശ്ചയിക്കുന്നത് എങ്കിൽ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് എങ്കിൽ, ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് ഛേ എന്ന വാചകമാണോ നമ്മൾ പറയാറുള്ളത്? കയർത്തുകൊണ്ട് സംസാരിക്കുന്ന, ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ വേദനിപ്പിക്കുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന എത്ര വാക്കുകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും പറയാണ് ഞാനും നല്ല മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് ഈ ദുനിയാവിൽ. പ്രിയപ്പെട്ടവരെ, നല്ല മുസ്ലിമാണോ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ ആ മനുഷ്യന് സാധിക്കുമെന്നാണ്. അത്രയും പ്രായാധിക്യമായ സമയത്താണ് അവരോട് ഛേ എന്ന വാക്ക് പറയരുത് എന്ന് പറഞ്ഞത്. എത്രയാണെങ്കിലും എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു നെടുവീർപ്പ് വരും, എത്ര കാലായി ഈ രൂപത്തിൽ പോലും നീ ചിന്തിക്കരുത്, നീ പറയരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താ അറിയോ? വലാ തൻഹറുഹുമാ, നീ അവരെ വിരട്ടരുത്. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒന്നും അവരെ വിരട്ടാനും നിൽക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് നീ പറയേണ്ടത് മാന്യമായ വാക്കാണ് നീ അവരോട് പറയേണ്ടത് എന്നാണ്. മാന്യമായി കൊണ്ടാണ് നീ അവരോട് സംസാരിക്കുന്നത്. ഏത് പ്രായത്തിൽ പ്രിയപ്പെട്ടവരെ? അങ്ങേയറ്റം വാർദ്ധക്യമെത്തി നമ്മളെ ചീത്ത പറഞ്ഞ്, നമ്മളെ അപമാനിച്ച്, പ്രയാസപ്പെടുത്തി, നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിലിട്ടുകൊണ്ട് എല്ലാവിധത്തിലും അപമാനിച്ചു കഴിഞ്ഞാൽ പോലും നീ അവരോട് പറയേണ്ടത് എങ്ങനെയാണ്? ഖൗലൻ കരീമ, മാന്യമായ സംസാരമായിരിക്കണം നീ അവരോട് നടത്തേണ്ടത് എന്നാണ്. ഉപ്പ ഒന്ന് തിരിച്ചു ചൂടായാൽ, ഉമ്മ ഒന്ന് ചൂടായാൽ നമ്മൾ തിരിച്ച് അങ്ങോട്ടുള്ള ഭാഷ്യം എന്താണ്? നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഖൗലൻ കരീമ, മാന്യമായ വാചകമായിരിക്കണം നീ പറയേണ്ടത് എന്നാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ പറയാണ് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. എന്നിട്ടോ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അതുപോലെ തന്നെ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെന്നെ ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം ചെയ്തതുപോലെ അല്ലാഹു നീ അവർക്കും കാരുണ്യം ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളോട് പറഞ്ഞിരുന്നത്. പ്രിയപ്പെട്ട, അതുകൊണ്ട് ഏതെങ്കിലും നിലക്കൊക്കെ ഏതെങ്കിലും ഭാഗത്തൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാവിൻ്റെ അടുത്ത് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ഇന്ന രൂപത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ മാപ്പാക്കണം എന്നുള്ളൊരു വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ആഖിറത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം മാതാവിൻ്റെയോ പിതാവിൻ്റെയൊക്കെ മരണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടാൻ പോകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും ഏതായിരിക്കും അറിയോ? നമ്മൾ നമ്മുടെ മാതാവിനോട് നമ്മുടെ പിതാവിനോട് മോശമായി പെരുമാറിയ സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമായിരിക്കും നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷവും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാവിനോടും പിതാവിനോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരോടുള്ള ഇഹ്സാനിന്റെ പേരിൽ നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ആഫിയത്തും ഇസ്സത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.